നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ ജ്യോതിഷപരമായ അറിവിൽ നിന്നും മാറി പുരാതന ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ അങ്ങേയറ്റം തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയും അതിനുള്ളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ശില്പകലകളെ പറ്റിയുമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പുരോഗമനവാദം മാത്രം പുലമ്പുന്ന ഒട്ടനവധി വീഡിയോകൾ കാണാനിടയായി. അതിൽ കൂടുതലും ഹിന്ദു ധർമ്മങ്ങളെയും ഹിന്ദു ശാസ്ത്രങ്ങളെയും അധിക്ഷേപിച്ചു കൊണ്ടുള്ളതാണ്. കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതിനാൽ പ്രതികരിക്കാൻ നിൽക്കാറില്ല. എന്നാൽ ശാസ്ത്രലോകത്തിന് ഇന്നും ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒട്ടനവധി സംഭവങ്ങളും സ്ഥലങ്ങളും എഴുത്തുകളും ശില്പങ്ങളുമെല്ലാം ഹിന്ദുമതവും ഹിന്ദു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ശാസ്ത്രലോകം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ അടിയറവ് പറഞ്ഞ സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹയും എല്ലോറ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രവും. ഹിന്ദുക്കൾ എന്ന് നാം അവകാശപ്പെടുമ്പോഴും എന്താണ് ഹിന്ദുവെന്നോ ഹിന്ദു മതമെന്നോ അതിൻ്റെ ധർമ്മങ്ങൾ എന്തെന്നോ അതിൽ അന്തർലീനമായ അത്ഭുതങ്ങൾ എന്തെന്നോ ഒന്നും അറിയാത്തതാണ് ഇത്തരം സംഭവങ്ങളോടും സ്ഥലങ്ങളോടുമൊക്കെയുള്ള നമ്മുടെ അജ്ഞതയ്ക്ക് കാരണം. എല്ലോറ ഗുഹകളെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ജ്യോതിഷപരമായ സംഭാഷണം കൈകാര്യം ചെയ്യുന്നതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അറിവില്ല എന്നത് ഒരു സത്യമാണ്. എങ്കിലും ശ്രമിക്കാം. വീഡിയോ ഒരുപക്ഷെ എൻഗേജിംഗ് ആയി തോന്നിയിട്ടില്ല എങ്കിൽ ക്ഷമിക്കുക. ഇന്ത്യയുടെ ചരിത്രമുറങ്ങുന്ന മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് ചുറ്റുമായാണ് എല്ലോറ ഗുഹകൾ വ്യാപിച്ചു കിടക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള എല്ലോറ ഗുഹ സന്ദർശിക്കുന്നവരെ കാത്തിരിക്കുന്നത് അത്ഭുതങ്ങളും അതിമാനുഷികതകളുമാണ്. ആധുനിക ശാസ്ത്രത്തിലെ മുഴുവൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പണിതാലും ഇത്തരമൊരു മഹാത്ഭുതം പണിതെടുക്കാൻ കഴിയില്ലെന്നതാണ് ഗവേഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലോറ ഗുഹയിൽ തന്നെ ബുദ്ധമത ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്നത് എല്ലോറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രമാണ്. കൈലാസനാഥ ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ശില്പങ്ങളും കൊത്തുപണികളും ക്ഷേത്ര നിർമ്മിതികളുമൊക്കെ വിശകലനം ചെയ്ത് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ന് കാണുന്ന ഏറ്റവും സാങ്കേതിക മികവാർന്നത് എന്ന് നാം അവകാശപ്പെടുന്ന മനുഷ്യരെക്കാൾ ഐക്യവും സാങ്കേതികത്വവും ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നതാണ്. അത്രത്തോളം സൂക്ഷ്മതയോടും കൃത്യതയോടുമാണ് ഈ ഗുഹകളും ക്ഷേത്രങ്ങളും ഇവിടെ പണിതിരിക്കുന്നത്. അന്യഗ്രഹ ജീവികൾക്കോ ദേവതാ സങ്കല്പങ്ങൾക്കോ ഒക്കെ മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ഏതാണ്ട് 100ഓളം ഗുഹകൾ എല്ലോറയിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ 35ഓളം ഗുഹകൾ മാത്രമേ പൊതുജനത്തിന് പ്രവേശന അനുവാദമുള്ളൂ. ഇതിൽ 16ാം നമ്പർ ഗുഹയിലാണ് കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ ഏറ്റവും മഹത്തരമായ സൃഷ്ടി എന്നാണ് ഇതറിയപ്പെടുന്നത്. അന്നും ഇന്നും എന്നും ഇതിനൊരു മാറ്റമുണ്ടാകാൻ വഴിയില്ല എന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഒരൊറ്റ പാറയിലാണ് ഈ ഗുഹാക്ഷേത്രങ്ങളെല്ലാം കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇതിൽ ഏതാണ്ട് 40 മീറ്റർ വീതിയിലും നീളത്തിലുമാണ് കൈലാസനാഥ ക്ഷേത്രം നിലകൊള്ളുന്നത്. അതും 3 നിലകളിലായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു പാറ തുറന്ന് അതിൽ 3 നിലകളുള്ള ഒരു ക്ഷേത്രം പണിത് അതിഗംഭീരമായ കൊത്തുപണികൾ ചെയ്യണമെങ്കിൽ ഇന്നുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇന്ന് നാം കാണുന്ന സാങ്കേതിക മേന്മകൾ ഇല്ലാതിരുന്നൊരു കാലത്ത് ഇതെങ്ങനെയാവും പണിതത്? AD 700-ാം നൂറ്റാണ്ടുകളിൽ രാഷ്ട്രകൂട വംശജനായിരുന്ന കൃഷ്ണൻ ഒന്നാമനാണ് ഇത് പണിതത് എന്ന് ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനും തെളിവുകളില്ല എന്നതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ കല്ലിലായാണ് 3 നിലകളുള്ള ഈ ക്ഷേത്രം പണിതത്. സാധാരണഗതിയിൽ ഒരു നിർമ്മിതിയുടെ ആരംഭം തറയിൽ നിന്നായിരിക്കും. ശക്തമായൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഒരു 3 നില കെട്ടിടം പണിത് മുകളിലേക്ക് ഉയർത്താൻ ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കൂ. എന്നാൽ കൈലാസസ്വാമി ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്നും താഴേക്കാണ്. അതായത് അവസാനം ചെയ്യേണ്ടിരുന്ന ജോലി ആദ്യം ചെയ്തു. ഒരു കൂറ്റൻ പാറ യാതൊരു കേടുപാടും കൂടാതെ മുകളിൽ നിന്ന് താഴേക്ക് 3 നിലകളുള്ള ക്ഷേത്രമായി പണിതിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പോലും അസാധ്യമെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. മറ്റൊരു കാര്യം, ഇത്രയും പാറ തുരന്ന് ക്ഷേത്രം പണിയണമെങ്കിൽ തുരന്നെടുത്ത പാറ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4 ലക്ഷം ടൺ പാറ മൊത്തം എല്ലോറ ഗുഹയിൽ നിന്നായി നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 18 വർഷം സമയമെടുത്താണ് ഇത് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. 4 ലക്ഷം ടൺ പാറ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെവിടേക്ക് നീക്കം ചെയ്തു? കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എത്ര ദൂരം വരെ ഇത് കൊണ്ടുപോകാൻ കഴിയും? അതോ മറ്റെന്തെങ്കിലും നിർമ്മിതിക്ക് ഇത് ഉപയോഗിച്ചു? ഇതിനൊന്നും ഒരു ഉത്തരവും കണ്ടെത്താൻ ആധുനിക ശാസ്ത്രത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഈ 4 ലക്ഷം ടൺ പാറയ്ക്കായും ഗവേഷണങ്ങൾ നടന്നു. എല്ലോറയിൽ നിന്നും 4 ദിക്കിലേക്കും പല ഗവേഷകരും ഈ പാറ കഷ്ണങ്ങൾ തേടി പോയെങ്കിലും അത്തരത്തിലുള്ള ഒരു വലിയ പാറക്കൂമ്പാരമോ പാറ കൊണ്ടുള്ള നിർമ്മിതിയോ ഒന്നും കിലോമീറ്ററുകൾ ഗവേഷണം നടത്തിയിട്ടും കണ്ടെത്തിയിട്ടില്ല. ഇന്നത്തെ പോലെ ആധുനിക മിഷനറീസ് ഇല്ലാതിരുന്നൊരു കാലത്ത്
ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് 4 ലക്ഷം ടൺ പാറ പൊട്ടിച്ചു നീക്കം ചെയ്യുക എന്നത് സാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിനൊപ്പം ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന പണി വേറെയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 10,000 പേരെ ജോലിക്ക് നിർത്തിയാൽ തന്നെ ഒരു ദിവസം ഏതാണ്ട് 40 ടണ്ണോളം പാറ കഷ്ണങ്ങൾ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഗുഹകളിൽ കഷ്ടിച്ചൊരു മനുഷ്യന് കടക്കാൻ പാകത്തിലുള്ള ചെറിയ വാതിലുകൾ ഭൂമിക്കിടയിലേക്ക് തുറക്കുന്നുണ്ട്. ഈ ക്ഷേത്രം പണിതവർ ഈ ഗുഹകൾക്കിടയിൽ വസിക്കുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. അന്യഗ്രഹ ജീവികളാണ് ഈ ക്ഷേത്രം പണിതതെന്നത് മറ്റൊരു വിശ്വാസം. അതല്ല, ദേവതാ സങ്കല്പമാണിത് പണിതത് എന്നത് മറ്റൊരു വിശ്വാസം. ഇന്നത്തെ മനുഷ്യനേക്കാൾ വികാസം പ്രാപിച്ച മനുഷ്യർ അന്ന് ഉണ്ടായിരുന്നുവെന്നും അവരാണിത് പണിതതെന്നും മറ്റൊരു തിയറി. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ശരിയാണെന്ന് അനുമാനിക്കാം. കാരണം ഈ പുരോഗമന ശാസ്ത്രം വിളമ്പുന്ന കേമന്മാരും ശാസ്ത്രവും പകച്ചു നിന്നൊരു സ്ഥലമാണ് എല്ലറ ഗുഹയും കൈലാസനാഥ ക്ഷേത്രവും. ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ഔറംഗസീബിൻ്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം തകർക്കാൻ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അനേകായിരം ആളുകൾ ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും പരാജയമായിരുന്നു ഫലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണേണ്ട സ്ഥലമാണ് എല്ലോറ ഗുഹകളെന്ന് ഞാൻ പറയും. നമ്മുടെ മൈൻഡ് കൈവിട്ടു പോകുന്ന തരത്തിലാണ് ഇത് പണിത് തീർത്തിരിക്കുന്നത്. പുരോഗമന യുക്തിവാദികളോട് പറയാനുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് ഉപയോഗിച്ച് ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അധാർമികതയാണ്. ഇതുപോലെ നിഗൂഢതകൾ നിറഞ്ഞതും ഉത്തരം കിട്ടാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഈശ്വര കടാക്ഷം കൊണ്ട് സംഭവിച്ചു എന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ശാസ്ത്രീയ വശം തേടി മുന്നോട്ട് പോകും. ഭക്തരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സംസ്കാരം നാം പഠിച്ചിരിക്കണം. കുറച്ചെങ്കിലും നാം ഇതൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ്. ആരോടും വാദിക്കാൻ വേണ്ടിയല്ല. ഒരാൾക്കൊരു സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഉച്ചത്തോടെ സംസാരിക്കുന്നവർക്ക് മുമ്പിലും നമുക്ക് തല ഉയർത്തി നിന്ന് മറുപടി പറയാൻ കഴിയണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.